കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞാൽ തന്റെ മകളെ തൂക്കിക്കൊല്ലുവെന്ന് കാമുകനൊപ്പം ചേർന്ന് പ്രതിശ്രുത വരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സിയ ഗോയലിന്റെ അമ്മ. പ്രതിശ്രുത വരൻ കേതൻ അഗർവാളിനെ കാമുകൻ ചേതൻ ചൗധരിക്കൊപ്പം ചേർന്ന് മഹാരാഷ്ട്രയിലെ ലോഹഗാഡ് കോട്ടയിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ സിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവൾ കുറ്റക്കാരിയാണെങ്കിൽ അവൾക്ക് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ കിട്ടണം. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ തൂക്കിക്കൊല്ലൂ. ഒരമ്മയാണ് ഇത് പറയുന്നത്. സിയയുടെ മാതാവ് പറഞ്ഞു. മഹാരാഷ്ട്രയെയും രാജ്യത്തെ ബിസിനസ് ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ച് കേതൻ അഗർവാൾ കൊലപാതക കേസിൽ പ്രതികളെ ഒപ്പമിരുത്തി പൂനെ റൂറൽ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പ്രതിശ്രുത വധു സിയ ഗോയൽ അവളുടെ കാമുകൻ ചേതൻ ചൗധരി എന്നിവരെ മുഖാമുഖം ഇരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ലോഹഗഡ് കോട്ടയിലെ ആ ചോരക്കളിയിൽ ഒളിച്ചിരുന്ന ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വന്നത്. ആദ്യം കേതൻ കാൽ വഴുതി വീണു മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ രണ്ടുപേരും ഒന്നിച്ച് കള്ളക്കഥകൾ മെനഞ്ഞെങ്കിലും പോലീസിന്റെ ചാണക്യ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഇരുവരുടെയും പ്രതിരോധം പാളി. തനിച്ച് ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായ മറുപടികൾ നൽകി പോലീസിനെ വലച്ച സിയയെയും ചേതനെയും പിന്നീട് ഒരേ മുറിയിൽ നേർക്കുനേർ ഇരുത്തിയാണ് ചോദ്യം ചെയ്തത്. ഇതോടെ ഇവരുടെ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനുകളെല്ലാം പാളി. ചോദ്യം ചെയ്യലിനിടയിൽ ഇരുവരും പരസ്പരം കുറ്റപ്പെടുത്താനും പഴിചാരാനും തുടങ്ങിയെന്നാണ് പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കോടീശ്വരനായ കേതനെ വിവാഹം കഴിക്കാൻ കുടുംബത്തിൽ നിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും എന്നാൽ കാമുകനായ ചേതനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് കേതനെ ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടതെന്നും സിയ ഒടുവിൽ സമ്മതിച്ചതായാണ് വിവരം. എന്നാൽ കൊലപാതകം കൃത്യമായി ആസൂത്രണം ചെയ്തതും കേതനെ കോട്ടയ്ക്ക് മുകളിൽ നിന്ന് തള്ളി താഴെയിട്ടതും ചേതനാണെന്ന രീതിയിലാണ് ചോദ്യം ചെയ്യലിൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞതു മുതൽ കേതനെ എങ്ങനെ ഒഴിവാക്കാം എന്നതായിരുന്നു സിയയുടെയും കാമുകന്റെയും ചിന്ത. ഒടുവിൽ നവംബറിൽ ഉദയപൂരിൽ വെച്ച് നടക്കേണ്ടിയിരുന്ന ആഡംബര വിവാഹത്തിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് സിയ കേതനെ ലോഹഗഡ് കോട്ടയിലേക്ക് ട്രക്കിങ്ങിനായി നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത്. കേതൻ അറിയാതെ കാമുകൻ ചേതൻ ചൗധരിയും ഇതേ സമയം കോട്ടയിൽ എത്തിയിരുന്നു. വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ഇരുവരും ചേർന്നുകൊണ്ട് കേതനെ ആക്രമിക്കുകയും തുടർന്ന് കോട്ടയുടെ മുകളിൽ നിന്ന് തള്ളി താഴെയിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു. കേതന്റെ മരണശേഷം ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെ ഇതൊരു വെറും അപകടമാണെന്ന് വരുത്തി തീർക്കാൻ സിയ കാണിച്ച അസാധാരണമായ മനക്കരുത്ത് പോലീസിനെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു. ഈ പ്രദേശത്തു നിന്നും പുറത്തു വന്ന CCTV ദൃശ്യങ്ങളിലാണ് ഇത്തരത്തിൽ വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പോലീസിന് മനസ്സിലായത്. കാരണം ഇവർ ആഘോഷിക്കാൻ പോയ ആ കോട്ടയിലുടനീളം ഇവരെ പിന്തുടർന്നുകൊണ്ട് ചേതനും പിറകെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ചേതന്റെ മുഖം കൃത്യമായി CCTVയിൽ നിന്ന് മനസ്സിലാക്കിയതോടെയാണ് ഇത് ഒരു വമ്പൻ പദ്ധതിയാണെന്ന് പോലീസ് മനസ്സിലാക്കിയതും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതും.